ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം നമ്മൾ നോക്കി. കോ നാമ ബന്ധ കഥമേഷ ആഗതഃ കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷഃ കോസാവനാത്മാ പരമഃ ക ആത്മാ തയോർവിവേക കഥമേതദുച്യതാം. എന്റെ ദുഃഖമെല്ലാം ഞാൻ മാറ്റിത്തരാം, അതിനുള്ള വഴിയുണ്ട്. സംസാര ദുഃഖം കളഞ്ഞു തരാം, മരണഭയവും മാറ്റിത്തരാം, അതിനെല്ലാം നമുക്ക് മാർഗങ്ങളുണ്ട് എന്ന് ഗുരുനാഥൻ പറഞ്ഞപ്പോൾ വളരെയധികം സമാധാനം ഉണ്ടായി ശിഷ്യന്. ഗുരുനാഥൻ പറഞ്ഞ ശ്ലോകത്തിലുള്ള കുറെ കാര്യങ്ങൾ അപ്പോഴാണ് ശിഷ്യന് ഓരോന്നായിട്ട് മനസ്സിലാക്കണം എന്നുള്ളൊരു തോന്നൽ വന്നത്. അപ്പൊ ശിഷ്യൻ 7 ചോദ്യങ്ങളാണ് ഗുരുനാഥൻ പറഞ്ഞ മറുപടിയിൽ നിന്ന് തിരിച്ച് ഗുരുനാഥനോട് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹിച്ച് ചോദിക്കുന്നത്. അതെന്താണെന്ന് നമ്മൾ നോക്കി. കോ നാമബന്ധ, കഹ നാമബന്ധ, കഥം ഏഷ ആഗതഃ, കഥം പ്രതിഷ്ഠ അസ്യ, കഥം വിമോക്ഷഃ, കഹ അസൗ അനാത്മാ, പരമഃ ആത്മാ കഹ, തയോഹ വിവേകഃ കഹ. ഇങ്ങനെ 7 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ബന്ധം എന്താണ്? എങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടായത്? ഇതെവിടെയാണ് നിലനിൽക്കുന്നത്? ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അനാത്മാ എന്നാൽ എന്ത്? പരമമായ ഉന്നതമായ മഹത്തായ ആ ആത്മാ ഏത്? പരമാത്മാ അതേത്? ആത്മാനാത്മ തിരിച്ചറിയൽ, രണ്ടിന്റെയും തിരിച്ചറിയൽ, വേർതിരിച്ചറിയൽ എങ്ങനെ? ഇത്രയും കാര്യങ്ങളാണ്, 7 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു, ഈ 7 ചോദ്യങ്ങളുടെ മറുപടിയാണ് ശരിയായിട്ടുള്ള വേദാന്തം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ആ വേദാന്തം മുഴുവൻ പഠിച്ചു എന്നാ പറയുന്നത്. അതിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ കുറേശ്ശെയായിട്ട് നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം. യത് ബോദ്ധവ്യം തവേദാനീം ആത്മാനാത്മവിവേചനം തദുച്യത്തെ മയാ സമ്യക് ശ്രുത്വാത്മന്യമവധാരയ. യത് ബോദ്ധവ്യം തവേദാനീം ആത്മാനാത്മവിവേചനം തദുച്യത്തെ മയാ സമ്യക് ശ്രുത്വാത്മന്യമവധാരയ. ഈ ഒരു ശ്ലോകമാണ് ആദ്യമായിട്ട് നോക്കുന്നത്. യത് ബോദ്ധവ്യം, ഏതാണോ, ഏത് തത്വമാണോ അറിയപ്പെടേണ്ടത്. യത് ബോദ്ധവ്യം, ഏത് തത്വമാണോ അറിയപ്പെടേണ്ടത്. തവ, താങ്കൾക്ക്. ഇദാനീം, ഇപ്പോൾ. ഏത് തത്വമാണ് അറിയപ്പെടേണ്ടത് താങ്കൾക്ക് ഇപ്പോൾ. ആത്മ അനാത്മ വിവേചനം, ആത്മ അനാത്മ വിവേചനം, ആത്മാവിനും അനാത്മാവിനും തമ്മിലുള്ള ആ വ്യത്യാസം, ആ വിവേചനം. അതിനെ, തത് അതിനെ ഉച്യത്തെ, പറയുന്നു, പറയപ്പെടുന്നു. ആരാൽ? മയാ, എന്നാൽ. ഏത് തത്വമാണോ അറിയപ്പെടേണ്ടത്, അതായത് ആ ആത്മ അനാത്മ വിവേചനത്തെ എന്നാൽ ഇപ്പോൾ പറയപ്പെടുന്നു. താങ്കളാൽ അറിയപ്പെടേണ്ട ആത്മ അനാത്മ വിവേചനം ഇപ്പോൾ എന്നാൽ പറയപ്പെടുന്നു എന്ന് ഗുരു പറയും. എങ്ങനെ പറയപ്പെടുന്നു എന്നാണ് അടുത്തത്. സമ്യക്, ഇതിൽ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. സമ്യക്, നല്ലവണ്ണം,
തെളിവായിട്ട് ഇനിയൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ രണ്ട് സ്ഥലത്ത് ഈ സമ്യക് എന്നുള്ള വാക്ക് നമുക്ക് കൂട്ടി മനസ്സിലാക്കാം. ഒന്ന് സമ്യക് ഉച്യത്തെ, പിന്നൊന്ന് ശ്രുത്വ എന്ന് പറയുന്ന സ്ഥലത്ത് സമ്യക് ശ്രുത്വ, അവിടെയും ചേർക്കാം. രണ്ട് സ്ഥലത്തും ചേർത്ത് മനസ്സിലാക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതെന്താണ് കാരണം? സമ്യക് ഉച്ചത, ഞാൻ നല്ലവണ്ണം പറഞ്ഞു തരാം, തെളിവായി പറഞ്ഞു തരാം എന്ന് ഉള്ള പ്രയോഗം. പിന്നെ ഒന്ന് സമ്യക് ശ്രുത്വ, നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം, അങ്ങനെ കേട്ടിട്ട് എന്നാണ് പറയുന്നത്. ശ്രുത്വ കേട്ടിട്ട്, സമ്യക് ശ്രുത്വ നന്നായി ശ്രദ്ധയോടെ കേട്ടിട്ട്. അപ്പൊ നല്ല രീതിയിൽ തെളിച്ച് വളരെ ചിട്ടയോടുകൂടി ഞാൻ പറഞ്ഞു തരാം, നീയും നന്നായി ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ടോ ആത്മനി, അവനവനിൽ, ആത്മനി അവനവനിൽ, അവധാരയ, അതിന്റെ അവനവനില് അതിനെ ഉറപ്പിക്കൂ, അതിനെ നിലനിർത്തൂ, ഉള്ളിൽ പ്രവേശിപ്പിക്കൂ. നമ്മള് ധാരാളം നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഈ ആത്മീയപാതയിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പോ തൊട്ട് ധാരാളം നമ്മൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിൽ ഒരുപോലെ നല്ല രീതിയിൽ പതിഞ്ഞിട്ടില്ല, അഥവാ നമുക്ക് അങ്ങനെ ഉള്ളിൽ നമ്മൾ അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടില്ല. കുറെ കേൾക്കും, കുറെയൊക്കെ ഉള്ളിൽ വരും, ചിലത് വളരെ ഡീപ്പായിട്ട് ഉള്ളിൽ നമ്മൾ ശേഖരിച്ചു വെക്കും. അപ്പൊ അങ്ങനെ സാധാരണ ഒരു കേൾവി പോലെ പോരാ ഇവിടെ എന്നാണ് ഗുരുനാഥൻ പറഞ്ഞത്. ഈ അറിവ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, ഇത് മോക്ഷദായകമാണ്, സാധാരണ ഒരു കാര്യമല്ല ഞാൻ ഇനി പറയാൻ പോകുന്നത്, മോക്ഷദായകമായ കാര്യമാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഒട്ടും അലക്ഷ്യം പാടില്ല എന്ന് പറയാം. അലക്ഷ്യം ഒട്ടും ഉണ്ടാകരുത്. ഭഗവാൻ ഭഗവത്ഗീതയില് ഇടയ്ക്കിടയ്ക്ക് ശൃണു എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ശൃണു എന്നുള്ള വാക്ക്, കേൾക്കൂ, ശ്രദ്ധിച്ച് കേൾക്കൂ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കും, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. അതിന്റെ കാരണം ഈ കേൾവി അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇത് കേട്ട് ഉള്ളിലേക്ക് സ്വാംശീകരിക്കണം എന്ന് പറയുന്നു. കാരണം ഈ കാര്യങ്ങൾ കേൾക്കാത്തതിനാലാണ് ഈ ബന്ധനം, ഈ സംസാരം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതും അതുകൊണ്ടുണ്ടാകുന്ന ശോക വിഷമതകളൊക്കെ ഉണ്ടാകുന്നതും. ഇങ്ങനെ ഉള്ള ഈ വളരെ പ്രധാനപ്പെട്ട ആത്മാനാത്മ വിവേകം പോലെയുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ച് കേട്ട് ഉള്ളിൽ എടുക്കാത്തത് കൊണ്ടാണ് ഈ സംസാരം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ശൃണു, കേൾക്കൂ കേൾക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇത് കേട്ടാൽ എന്താ ഉണ്ടാവുക? ഇതൊക്കെ കേട്ട് നന്നായിട്ട് ഉള്ളിൽ പതിഞ്ഞ് നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? അന്തിമമായ ലക്ഷ്യം. അതിനപ്പുറമൊന്നും നേടാനില്ല. ഏറ്റവും വലുത്, നേടാനുള്ളതിൽ പരമമായത് മോക്ഷം. അത്രയും വലിയ അറിവാണ് ഗുരുവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ഗുരു പറഞ്ഞേ, ശ്രദ്ധയോടെ കേൾക്കണം, അതിനാൽ ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞു. അതെ, അത്രേ ആ ശ്ലോകത്തില് ഉള്ളൂ. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പഞ്ചീകൃതേഭ്യോ ഭൂതേഭ്യഃ, പഞ്ചീകൃതേഭ്യോ ഭൂതേഭ്യഃ സ്ഥൂലേഭ്യഃ പൂർവകർമ്മണ, സ്ഥൂലേഭ്യഃ പൂർവകർമ്മണ സമുത്പന്നമിദം സ്ഥൂലം, സമുത്പന്നമിദം സ്ഥൂലം ഭോഗായാതനമാത്മനഃ, ഭോഗായ ഭോഗായ ഭോഗായാതനം, ഭോഗായാതനമാത്മനഃ, ആയതനം എന്നുള്ളതാണ്. ഭോഗായതനമാത്മനഃ, ഭോഗായതനമാത്മനഃ അവസ്ഥാജാഗരസ്തസ്യ, അവസ്ഥാജാഗരസ്തസ്യ സ്ഥൂലാർത്ഥാനുഭവോ യതഃ, സ്ഥൂലാർത്ഥാനുഭവോ യതഃ. പഞ്ചീകൃതേഭ്യോ ഭൂതേഭ്യഃ സ്ഥൂലേഭ്യഃ പൂർവകർമ്മണ സമുത്പന്നമിദം സ്ഥൂലം
ഭോഗായതനമാത്മനഃ അവസ്ഥാ ജാഗരസ്തസ്യ സ്ഥൂലാർത്ഥാനുഭവോ യതഃ. ഇനി ഗുരു നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. നല്ലവണ്ണം ഞാൻ പറഞ്ഞു തരാമെന്നും പറഞ്ഞു. ഇനി ആ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് ഗുരു പറഞ്ഞത്. ആദ്യം 1, 2, 3 അങ്ങനെയുള്ള ഓർഡറിലല്ല ഗുരു തുടങ്ങുന്നത്. ഏതിൽ നിന്നാണോ തുടങ്ങിയാൽ ശിഷ്യന് ശരിയായിട്ട് മനസ്സിലാവുക അങ്ങനെയാണ്. ശിഷ്യൻ ചോദിച്ചത് ഒരു ഓർഡറിൽ, ഗുരു തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് വേറൊരു ഓർഡറിലാണ്. ആദ്യം 5ാമത്തെ ചോദ്യത്തിനുള്ള മറുപടിയാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് തുടങ്ങിയാലേ ശിഷ്യനത് വേണ്ട തരത്തിൽ മനസ്സിലാവുകയുള്ളൂ. ആദ്യം തന്നെ ആത്മാ എന്ത് പരമാത്മാ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് കഹ അസൗ അനാത്മാ എന്ന 5ാമത്തെ ചോദ്യം, കഹ അസൗ അനാത്മാ, ഈ അനാത്മാ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ആയിട്ടാണ് ഗുരുനാഥൻ ഇപ്പോ ആചാര്യസ്വാമികള് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നത്. ഇവിടെ ഒരു ചെറിയ വിചാരം ചെയ്യുന്നുണ്ട്. എപ്പോഴെല്ലാം നമ്മൾ ഞാൻ ഞാൻ എന്ന് പറയുന്നുവോ, ആ ഞാൻ എന്നതിന് ശാസ്ത്രത്തിൽ ജീവൻ എന്നൊരു പേരുണ്ട്. എപ്പോഴെല്ലാം ഞാൻ ഞാൻ എന്ന് നമ്മൾ പറയുന്നുവോ, ശാസ്ത്രത്തില് അതിനൊരു പേര് പറയുന്നു, ജീവൻ. നാം ജീവരാശികൾ, ജീവന്മാർ, ഭക്ഷണം കൊണ്ട് ജീവിച്ച് ഇണചേരലും ചെയ്ത് ഇവിടെ ജീവിക്കുന്നുവോ അതെല്ലാം ജീവരാശികളാണ്. ഭക്ഷണം കൊണ്ട് ജീവിച്ച് ഇണചേരലും കൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുന്നുവോ അവയെല്ലാം ജീവരാശികൾ എന്ന് പറയപ്പെടും. ഈ ജീവന്മാരായ നമ്മൾ ഞാൻ ഞാൻ എന്ന് എത്ര പ്രാവശ്യം പറയുന്നു എന്നുള്ളതിന് ഒരു കണക്കുമില്ല. എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഞാൻ ഞാൻ എന്നുള്ള വാക്ക്. കണക്കാക്കാനേ പറ്റില്ല, എത്ര പറയണമെന്ന് കണക്കാക്കാൻ പോലും പറ്റില്ല. നാം ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നമ്മൾ ഏത് പദം ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ മീനിങ് കൂടി നന്നായിട്ട് നമ്മുടെ ഉള്ളിലുള്ള വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോഴേ കമ്മ്യൂണിക്കേഷൻ മുഴുവനാവുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വാക്ക് ഒരാളോട് പറയുമ്പോൾ അതിന്റെ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അർത്ഥമറിയാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിച്ചാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയണ്ടേ? നമ്മളെപ്പോഴും ഞാൻ ഞാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും ഞാൻ എന്നുള്ളതിന്റെ മീനിങ് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? വേണമല്ലോ. നമ്മൾ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സാധാരണ നിലയ്ക്ക് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിതം തുടങ്ങിയ കാലം മുതൽ ഞാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ചെറുതായിട്ട് ചിന്തിച്ച് തുടങ്ങിയെന്നൊരു സംശയമാണ് ആത്മീയമായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കണം എന്ന് തോന്നിയപ്പോൾ വന്നിട്ടുള്ളത്. അതിലും വെച്ച് വേദാന്തത്തിലേക്ക് വന്നപ്പോഴാണ് പിന്നെയും അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കുന്നത്. വേദാന്തത്തിന്റെ പരമപ്രധാനമായ ആവശ്യം എന്താണ്? ഞാൻ ആരെന്ന് തിരിച്ചറിയലാണ്. തിരിച്ചറിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്ത്? ഞാൻ എന്നും ഉപയോഗിക്കുന്ന, ജനിച്ച മുതൽ ഇന്ന് മുതൽ ഇതുവരെ ഈ സമയം വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും ഉപയോഗിക്കാൻ പോകുന്ന ഈ വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് അറിയൽ തന്നെയാണ് വേദാന്തത്തിൽ കൂടി സംഭവിക്കുന്നത്. അപ്പോ ആരും അവനവനെ ജഡസ്വരൂപം എന്ന് വിചാരിക്കാറില്ല. ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കണേ. ആരും അവനവനെ ജഡമായ ഒരു സ്വരൂപമായി വിചാരിക്കുന്നില്ല. സ്വയം കല്ലോ മണ്ണോ പോലെയാണ് എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ കല്ല് പോലെ അല്ല എന്ന് നമുക്കറിയാം, മണ്ണ് പോലെ അല്ല എന്ന് നമുക്കറിയാം. അതെല്ലാം ജഡമാണ്, ഞാൻ അതുപോലെ ജഡമല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ ജഡസ്വരൂപമല്ല എന്ന് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. കാരണം ഞാൻ അറിയുന്ന ഒരാളാണ്. എല്ലാം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഉണ്ട് എന്ന് പോലും ഞാൻ അറിയുന്നു. എനിക്കൊരു ഉണർവുണ്ട്.
എന്റെ മുമ്പിൽ വരുന്നതിനെ എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ആ ഒരു അറിവാണ് എൻ്റെ ഉള്ളിൽ. ഞാനൊരു അറിവ് സ്വരൂപമാണ്. നേരെ മറിച്ച് കല്ലിനോ മണ്ണിനോ അങ്ങനെ ഒരു അറിയൽ ഇല്ല. അവർ ജഡമായിട്ടിരിക്കുന്നു. അപ്പൊ ആരാണ് ഈ അറിവ്, നമ്മുടെ ഉള്ളിലെ ഈ അറിവായിട്ട് പ്രവർത്തിക്കുന്നത്? നമ്മൾ അറിയുന്നുണ്ടല്ലോ, ഒരു ഉണർവുണ്ടല്ലോ നമുക്ക്. ഇതെന്താണ്? ഇതിനെ ശാസ്ത്രം പറയുന്നു, ഈ ഞാൻ എന്ന് മുമ്പിൽ വരുന്നതിനെല്ലാം അറിയുന്ന ആ അറിവിനെ ചൈതന്യം അഥവാ ചിത്ത് എന്നാണ് പറയുന്നത്. ചിത്ത് അഥവാ ചൈതന്യം, അറിവ് സ്വരൂപം. അപ്പൊ ഞാൻ അറിയുന്നുണ്ട്, അതുറപ്പാണ്. ഞാൻ ജഡമല്ല. പിന്നെയോ, ഞാൻ നടക്കുന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ കഴിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മള് നമ്മുടെ ശരീരത്തെയും ഞാൻ എന്ന പദം കൊണ്ട് പറയുന്നുണ്ട്. ഞാൻ നടക്കുന്നു, ഞാൻ ഇരിക്കുന്നു, എന്ത് പ്രവൃത്തിയാണെങ്കിലും ഞാൻ ഇന്നത് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മള് നമ്മുടെ ശരീരത്തെയും ഞാൻ എന്ന പദത്തിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഉറപ്പാണല്ലോ. എന്തിനാണ് ഉൾപ്പെടുത്തുന്നത്? സ്ഥൂലമായ ഈ ഉടലിനെ ഞാൻ എന്ന പദത്തില് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെയോ, അടുത്തതായിട്ട് എനിക്ക് വളരെയധികം വിഷമം, ദുഃഖം ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോ, അല്ലെങ്കിൽ എനിക്ക് സുഖമാണ്, ഞാൻ സുഖമായിരിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ വേറെ ഒന്നിനെ കൂടെ നമ്മളോട് ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തിനെ? മനസ്സ് എന്നതിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ, അല്ലെ? നടക്കുന്നു, നീങ്ങുന്നു, പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ശരീരത്തെ ഉൾപ്പെടുത്തി ഞാൻ എന്ന പദത്തില്. അടുത്തതായി വികാരങ്ങൾ ഉണ്ടാകുന്ന, സങ്കടം, സന്തോഷം എല്ലാം ഉണ്ടാകുന്ന വികാരങ്ങൾ ഉണ്ടാകുന്ന മനസ്സിനെയും ഞാൻ എന്ന് പറയുന്ന പദത്തില് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് സങ്കടം, എനിക്ക് ദുഃഖം, എനിക്ക് വിഷമം എന്നൊക്കെ പറയുന്നത്. എന്റെ സങ്കടം ആരറിയും? നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. എന്റെ സങ്കടം എനിക്കല്ലേ അറിയുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്റെ വിഷമം എനിക്കല്ലേ അറിയുള്ളൂ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാൻ എന്ന പ്രയോഗത്തില് അറിവ് സ്വരൂപമായ ചൈതന്യവും സ്ഥൂല ശരീരവും മനസ്സും ചേർന്ന് വരുന്നുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആചാര്യസ്വാമി പറഞ്ഞു തന്നിരിക്കുന്നത്. നന്നായിട്ട് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അറിവ് നമുക്ക് ഇതിൽ കൂടെ തരും. ഞാൻ എന്ന് പറയുമ്പോ ചൈതന്യം ആണ്, ഉറപ്പാണല്ലോ, ജഡമല്ല. ഞാൻ അറിയുന്നു, ഉണർവുണ്ട്. ചൈതന്യം. പിന്നെയോ സ്ഥൂല ശരീരം, ഞാൻ നടക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും ചൈതന്യം പ്ലസ് സ്ഥൂല ശരീരം. പിന്നെയോ മനസ്സ്. ഈ മൂന്നും കൂടിയതിനെയാണ് നമ്മൾ ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചൈതന്യം പ്ലസ് സ്ഥൂല ശരീരം പ്ലസ് മനസ്സ്. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ അറിയുന്നുണ്ട്, അപ്പൊ ചൈതന്യം വന്നു. പിന്നെ ഞാൻ നടക്കുന്നു, പോകുന്നു, ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്ഥൂല ശരീരം വന്നു. എനിക്ക് ദുഃഖമുണ്ട്, എനിക്ക് വിഷമമുണ്ട്, ഞാൻ കോപിക്കുന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ കോപമുണ്ട്, വെറുപ്പുണ്ട്, അസൂയുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതെല്ലാം എവിടെയാണ് വരുന്നത്? മനസ്സിലാണ് വരുന്നത്. അപ്പോ ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ അതും നമ്മൾ പറയുന്നുണ്ട്. മനസ്സിനെയും ഞാൻ എന്നതിനകത്ത് ചേർക്കുന്നു. ഇനി ഇതിപ്പോ നമ്മൾ പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കൂട്ടിയിട്ടാണ് ചൈതന്യം പ്ലസ് സ്ഥൂല ശരീരം പ്ലസ് മനസ്സ്. ഇനി ശാസ്ത്രം എന്താണ് പറയുന്നത് ഇവിടെ? ആദ്യമായിട്ട് ശാസ്ത്രം നമുക്ക് മനസ്സിലാകാനായിട്ട് രണ്ടായിട്ട് പിരിക്കുകയാണ് ചെയ്യുന്ന. ഈ പദം രണ്ടായിട്ട് പിരിക്കുന്നു. ഈ ഞാൻ എന്നുള്ളതിനെ ശാസ്ത്രം രണ്ടായി പിരിക്കുന്നു. അപ്പൊ ശാസ്ത്രം ആരെ കുറിച്ചാ പറയാൻ പോണേ? എന്നെ പറ്റി, അവനവനെ പറ്റി. ഞാനാണ് ഇനി ശാസ്ത്ര വിഷയം.
രസകരമാണ് വിവേക ചൂടാമണിയിൽ ഈ പോക്ക്. ഇവിടെ പറയുന്നു ഇനി എന്നെ പറ്റി പറയാണ്. ശരിയല്ലേ? നമ്മളെല്ലാം ഇപ്പൊ കേൾക്കുന്നത് അവനവനെ പറ്റിയാ ഇനി കേൾക്കാൻ പോകുന്നത്. ഞാനാണ് ഇനി ശാസ്ത്ര വിഷയം. അതാണ് വേദാന്തം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെപ്പറ്റി അറിയുന്നതാണ് ശരിയായിട്ടുള്ള വേദാന്തം. ലോകത്തെപ്പറ്റി അല്ല നമ്മൾ ഇനി വിചാരം ചെയ്യുന്നത്. ലോകത്തെപ്പറ്റി അല്ല നമ്മൾ വിചാരം ചെയ്യാൻ പോകുന്നത്. നമ്മള് അവനവനെ പറ്റിയുള്ള വിചാരമാണ് ചെയ്യാൻ പോകുന്നത്. അവനവനെ പറ്റിയുള്ള വിചാരമാണ് വേദാന്തം. അപ്പൊ ലോകത്തെ പറ്റിയോ? അങ്ങനെയല്ല. അവനവനെ പറ്റി വിചാരിക്കുന്നു, ലോകത്തെ അനുഭവിക്കുന്ന അവനവനെ പറ്റി. ഞാൻ ആരാണ്? ഞാൻ ലോകത്തെ അനുഭവിക്കുന്ന ആളാണ്, അല്ലെ? അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകത്തെയാണ് അനുഭവിക്കുന്നത്. അപ്പൊ ആ ലോകത്തെ പറ്റിയാണോ ശാസ്ത്രം പറഞ്ഞു തരുന്നത്? അല്ല, ഈ അനുഭവിക്കുന്ന എന്നെ പറ്റി. ശാസ്ത്രം മുഖം നോക്കുന്ന കണ്ണാടി പോലെ എന്ന് പറയും. മുഖത്തെ കണ്ണാടി നോക്കുമ്പോ ആരെയാ കാണുന്നേ? നമ്മളെയാണ് കാണുന്നത്, അല്ലേ? നമ്മുടെ മുഖം കാണാനല്ലേ നമ്മൾ കണ്ണാടി നോക്കുന്നത്? അതേപോലെയാണ് ശാസ്ത്രം എന്ന് പറയുന്നു. വേദാന്തം അവനവനെയാണ് പറഞ്ഞു തരുന്നത്. നീ ആരാണ് എന്ന് പറഞ്ഞു തരാണ് നമുക്ക്, ഞാൻ ആരാണ് എന്ന്. അങ്ങനെ ശാസ്ത്രം ഞാനെ, എന്നെ രണ്ടായി പിരിച്ച് രണ്ട് തത്വങ്ങളെ വിചാരം ചെയ്യുകയാണ്. രണ്ട് തത്വങ്ങളെ വിചാരം ചെയ്യാണ് പിരിച്ചിട്ട്. എല്ലാ ജീവരാശികളും, ലോകത്തിലെ സകലമായ ജീവരാശികളും രണ്ട് തത്വങ്ങളുടെ ചേർച്ചയാണ്. സകലമായ ജീവരാശികളും രണ്ട് തത്വങ്ങളുടെ ചേർച്ചയാണ്. ഇപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇത് നമുക്കറിയാലോ എന്ന് തോന്നും. എന്താണ് ആ രണ്ട് തത്വങ്ങൾ? ആത്മാതത്വം, അനാത്മതത്വം. എല്ലാ ജീവരാശികളും നമ്മൾ അതിനകത്ത് പെടും. രണ്ട് തത്വങ്ങളുടെ ചേർച്ചയാണ് ആത്മതത്വവും അനാത്മതത്വം. അതായത് ആത്മ പ്ലസ് അനാത്മ ഇസ് ഈക്വൽ ടു ജീവൻ. അങ്ങനെയാണ് ശാസ്ത്രം നമുക്കിനി പഠിപ്പിച്ചു തരാൻ പോണേ. ആത്മാ പ്ലസ് അനാത്മ ഇസ് ഈക്വൽ ടു ജീവൻ, ഇസ് ഈക്വൽ ടു ഞാൻ. ആത്മാ പ്ലസ് അനാത്മ ഇസ് ഈക്വൽ ടു ജീവൻ, ജീവൻ തന്നെ ഞാൻ. ഞാൻ എന്നാൽ ജീവൻ, ജീവൻ എന്നാൽ ആത്മാ പ്ലസ് അനാത്മ. ഇപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ചേർന്നതാണ്. ആത്മാവും അനാത്മാവും ചേർന്നതാണ് ഞാൻ. ഇനി എന്നിലുള്ള ആത്മാ ഏത്, അനാത്മാ ഏത് എന്ന് തിരിച്ചറിയണം. അടുത്ത പ്രോസസ് അതാ. എന്നിലുള്ള ആത്മ അംശമേത്, അനാത്മ അംശമേത്. എന്നിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്നിൽ അറിയുന്നവനായി ഏതൊന്നുണ്ടോ അതിനെ ദൃക് എന്ന് സംസ്കൃതത്തിൽ പറയും. ദൃക്. എന്നിൽ അറിയുന്നവനായി ഏതൊന്നാണോ ഉള്ളത് അതിനെ ദൃക് എന്ന് സംസ്കൃതത്തിൽ പറയും. അതായത് എല്ലാത്തിനെയും അറിയുന്നവൻ. എൻ്റെ ഞാൻ എന്ന് പറയുമ്പോൾ, ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ, ആ അറിയുന്നവൻ, ആ അറിവ് സ്വരൂപം ആത്മാ എന്ന് പറയപ്പെടും. അറിവ് സ്വരൂപം. ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ എന്നുള്ളത് രണ്ടും കൂടെ കൂടിയതാണ്. ആത്മാ അനാത്മാ കൂടിയതാണ്. അതിലെ ആത്മഭാഗത്തെയാണ് അറിവ് സ്വരൂപം എന്ന് പറയുന്നത്. ഞാൻ അറിയുന്നു, ഞാൻ അറിയുന്നു എന്ന് പറയുന്ന, അല്ലേ? നമ്മളെല്ലാവരും അറിയുന്നുണ്ടല്ലോ, എല്ലാം അറിയുന്നുണ്ട് നമ്മള്. ആ ഒരു അറിവ്, ആ അറിവിന് സഹായിക്കുന്ന ആ ഭാഗം, ആ അംശം, അറിയിക്കുന്ന ആള്, അതാണ് ആത്മ. അതിന് സംസ്കൃതത്തില് ദൃക് എന്ന് പറയും. ആത്മാ ഇസ് ഈക്വൽ ടു ദൃക് ഈസ് ഈക്വൽ ടു അറിവ് സ്വരൂപം. അപ്പോൾ അനാത്മാ എന്താണ്? അറിയപ്പെടുന്നത്, ദൃശ്യം, കാണപ്പെടുന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ കാണപ്പെടുന്നതെല്ലാം, ഈ അറിയുന്ന ആള് എന്തിനെയാണോ അറിയുന്ന പുറത്ത്, ആ അറിയപ്പെടുന്നതെല്ലാം അനാത്മ. പുറത്ത് അറിയപ്പെടുന്നതെല്ലാം അനാത്മാവാണ്. നമുക്ക്
ഇതെല്ലാം അനാത്മാവാണ്. ഏറ്റവും എളുപ്പത്തില് ആചാര്യസ്വാമിയുടെ ഒരു കാര്യം പറഞ്ഞു തരികയാണ്. നമ്മളിലുള്ള അനാത്മാ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മൾ കാണുന്ന നമ്മുടെ ഈ ശരീരം, നമ്മൾ കാണുന്ന ശരീരം, എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ മൂക്ക്, എൻ്റെ കണ്ണ്, എൻ്റെ തൊലി, എൻ്റെ തലമുടി, എല്ലാം ഞാൻ ഈ കാണുന്നത്. കാരണം ദൃശ്യം മുഴുവൻ അനാത്മാവാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കുക. നമുക്ക് കാണാവുന്ന ഈ ഉടൽ അത് അനാത്മാവാണ്. എന്താണ് ഈ ഉടലിന്റെ പേര് ശാസ്ത്രത്തില്? സ്ഥൂല ശരീരം. നമ്മൾ കാണുന്നില്ല ഈ സ്ഥൂല ശരീരം. ഞാൻ അറിയുന്നുണ്ടല്ലോ എന്റെ സ്ഥൂല ശരീരത്തെ, ഞാൻ ഇതിനെ കാണുന്നുണ്ടല്ലോ. കാണുന്ന ആള് ആത്മ, കാണപ്പെടുന്നത് അനാത്മ. കാണപ്പെടുന്നതാണ് ശരീരം, സ്ഥൂല ശരീരം. അതറിയപ്പെടുന്നതാണ്, അതാണ് അനാത്മ. നമ്മുടെ മനസ്സും നമുക്കറിയപ്പെടുന്നതാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എൻ്റെ മനസ്സിന് ദുഃഖം, എൻ്റെ മനസ്സിന് ദേഷ്യം, എൻ്റെ മനസ്സിന് സന്തോഷം. മനസ്സിനെ അറിയുന്നത് കൊണ്ടല്ലേ പറഞ്ഞത്. അപ്പോൾ അറിയപ്പെടുന്നതെല്ലാം അനാത്മാവും അറിയുന്ന ആൾ ആത്മാവുമാണ്. അപ്പൊ മനസ്സാരാണ്? അനാത്മ. അത്ര നന്നായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ആചാര്യസ്വാമികൾ. ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് എങ്ങനെയാ പറഞ്ഞു തരാൻ പറ്റുക? മനസ്സ് നമുക്കറിയപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് സുഖം, ദുഃഖം എന്നിവയെ വേർതിരിച്ചറിയാൻ പറ്റുന്നത്, അല്ലെ? സുഖത്തെയും ദുഃഖത്തെയും വേർതിരിച്ച് നമ്മൾ അറിയുന്നുണ്ട്, മനസ്സിലാണ് അറിയുന്നത്. അപ്പൊ അറിയപ്പെടുന്നതെല്ലാം അനാത്മാവാണ്, അറിയുന്ന ആളാണ് ആത്മാ. അതുകൊണ്ട് ഇവിടെ സ്ഥിരീകരിച്ചു പറയുന്നു, സ്ഥൂല ശരീരത്തെ പോലെ തന്നെ മനസ്സും അനാത്മാവാണ്. ഇത് നന്നായിട്ട് ഉള്ളിൽ ഉറയ്ക്കണം. എന്താ വെച്ചാൽ സൂക്ഷ്മ ശരീരവുമായിട്ട് ഇനി വരുമ്പോ വരും. അപ്പൊ ഈ മനസ്സാണ് എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ സ്ഥൂല ശരീരത്തേക്ക് നമുക്ക് വേഗം മനസ്സിലാക്കാം ഏത് അനാത്മാവാണെന്നും ആത്മാവല്ലെന്നും ഒക്കെ. പക്ഷേ പലപ്പോഴും മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റാത്തത് ഈ മനസ്സിൽ കുടുങ്ങി കിടക്കും. നമ്മൾ അതിനെ നമുക്ക് ഇതെന്താന്നൊരു പിടിയും കിട്ടത്തില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആത്മാവും മനസ്സും തമ്മിലുള്ള വ്യത്യാസമൊന്നും സാധാരണ നിലയ്ക്ക് മനസ്സിലാകത്തില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആചാര്യസ്വാമികൾ ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വീണ്ടും 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 മനനം ചെയ്യുമ്പോൾ നമുക്ക് ഉച്ചക്ക മനസ്സിലാവും. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പതുക്കെ പതുക്കെ നമുക്ക് അതിലെ പിടിച്ച് കയറാൻ പറ്റും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് പറഞ്ഞത്. സുഖം, ദുഃഖം എന്നിവയെ തിരിച്ചറിയുന്നു മനസ്സ്, അത് അനുഭവിക്കുന്നതാണ്. അതിനാൽ മനസ്സും അനാത്മാവാണ്. ഉടലിനകത്തിരുന്നു കൊണ്ട് ഈ ഉടലിനെയും ഈ പുറത്തുള്ള സകല കാര്യങ്ങളെയും, ഈ മനസ്സിലെ ദുഃഖങ്ങളെയും സുഖങ്ങളെയും മനസ്സിനെയും അറിയുന്ന ആളാണ് ആത്മ. ഇപ്പോ ഈ അറിയുന്നവൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താണത്, അങ്ങനെ എന്താ ഒരു ചെറിയതായിട്ടൊരു കൺഫ്യൂഷൻ അവിടെ പലർക്കും ഉണ്ടാകാം. പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. അറിയുന്നവൻ അറിയുന്നവൻ എന്ന് പറയുന്നത് എന്താണെന്നൊരു മനസ്സിലാകാത്ത പോലെ തോന്നാം. അതിന് ചെറിയൊരു ഉദാഹരണം ഇവിടെ പറയുന്നത്, ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തമിഴ് ഭാഷ അറിയാമോ എന്ന് ചോദിക്കുക. അറിയാത്ത ഒരാളാണ്, അയാൾക്ക് തമിഴ് ഭാഷ അറിയാൻ മേലാത്ത ഒരാളാണ്. അയാളോട് ചോദിച്ചു തമിഴ് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അറിയില്ല. അപ്പൊ അയാൾക്ക് വേറൊരു ഭാഷയെ പറ്റിയുള്ള അറിവില്ലായ്മയുണ്ട്, വേറൊരു ഭാഷയെക്കുറിച്ചുള്ള അറിവില്ലായ്മ അയാളിലുണ്ട്. അറിവില്ലായ്മ ഉണ്ട് എന്നത് അയാൾ അറിയുന്നുണ്ടല്ലോ. എനിക്ക് തമിഴ് ഭാഷ അറിയില്ല എന്ന് അയാൾ പറയുമ്പോൾ ഒരു അറിവില്ലായ്മ അയാളിൽ ഉണ്ട് എന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. ഈ അറിവ്, ആ അറിവ് സ്വരൂപം തന്നെയാണ് ആത്മ. അറിയണതിനെ കുറിച്ചല്ല. അപ്പൊ അതാ രസമായിട്ട് പറഞ്ഞ ഉദാഹരണം പറഞ്ഞത്, അറിവില്ലായ്മയെ പറഞ്ഞ് അതറിയുന്ന ആളെ ആത്മ എന്ന് പറഞ്ഞു. രസകരമായിട്ടുള്ള ഒരു കാര്യം അത്. ഒരു ഭാഷ ചോദിച്ചപ്പോ ആ ഭാഷ എനിക്ക് അറിയാൻ മേലാത്ത കാര്യമാണ്. അപ്പൊ അത് അറിയില്ല എന്നറിയുന്ന ഞാൻ ആത്മ. എന്നില്
എനിക്ക് അറിയാവുന്നവയെ പ്രകാശിപ്പിക്കുകയും അറിയുന്നവയെ പ്രകാശിപ്പിക്കുകയും അറിവില്ലാത്തതിനെ കുറിച്ച് അറിയിച്ചു തരികയും ചെയ്യുന്നതാണ് അറിവ് സ്വരൂപം. വളരെ 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 പ്രധാനപ്പെട്ട ഒരു വാക്യം. എന്നിൽ എനിക്ക് അറിയാവുന്നവയെ പ്രകാശിപ്പിക്കുകയും അറിവില്ലാത്തതിനെ കുറിച്ച് അറിയിക്കുകയും ചെയ്യുന്നതാണ് അറിവ് സ്വരൂപം. വളരെ നല്ല ഡെഫിനിഷനായിട്ടാണ് പറഞ്ഞിരിക്കുക. എത്ര ക്ലിയറാ. ആ അറിവ് സ്വരൂപമാണ് ദൃക്. ആ അറിവ് സ്വരൂപമാണ് ചൈതന്യം. ആ അറിവ് സ്വരൂപം തന്നെ ആത്മ. ഈ ആത്മാവിനെ പറയുന്നു ജ്യോതിഷാം ജ്യോതി എന്ന് ഉപനിഷത്തിൽ പറയും. ജ്യോതിഷാം ജ്യോതി, സൂര്യന്റെ സൂര്യൻ. കുറെ ഉണ്ട് ഉപനിഷത്തിലൊക്കെ, നല്ല രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മാവിനെ സകലത്തിനെയും പ്രകാശിപ്പിക്കുന്നത് അതാണ്. സൂര്യൻ എല്ലാത്തിനെയും പ്രകാശപ്പെടുത്തും. നമുക്കറിയാം സൂര്യൻ എല്ലാത്തിനെയും പ്രകാശപ്പെടുത്തും. എന്നാൽ ഇരുട്ടിനെ സൂര്യന് പ്രകാശപ്പെടുത്താൻ പറ്റുമോ? ഇരുട്ടിനെ കാണിച്ചു തരാൻ പറ്റുമോ സൂര്യന്? ഇരുട്ടിനെ കാണിച്ചു തരാൻ പറ്റും? സൂര്യൻ വന്ന ഇരുട്ട് പോകും. ഇരുട്ടിനെ കാണിച്ചു തരാൻ സൂര്യന് പറ്റില്ല. പക്ഷേ നമ്മൾ ഇരുട്ടിനെയും വെളിച്ചത്തെയും അറിയുന്നുണ്ട്. അവിടെയാണ് ആത്മാവ്. സൂര്യന് ഇരുട്ടിനെ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ സൂര്യന്റെയും സൂര്യനാണ് ആത്മ. ജ്യോതിഷാം ജ്യോതിയാണ് ആത്മ. നമ്മളാര്? ആത്മ. കാരണം എന്ത്? നമുക്ക് ഇരുട്ടിനെയും അറിയാം, വെളിച്ചത്തെയും അറിയാം. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? അറിവ് സ്വരൂപമാണ് അവനവൻ എന്നുള്ളതിന്. ഞാൻ ആത്മാവാണ്, ഞാൻ അറിവ് സ്വരൂപമാണ് എന്നതിന് ഇതിലപ്പുറം ഒരു തെളിവിന്റെ ആവശ്യം ഇല്ല. നമ്മുടെ അറിവ് രണ്ടിനെയും കാണിച്ചു തരുന്നു. വെളിച്ചത്തെയും കാണിച്ചു തരുന്നു, ഇരുട്ടിനെയും കാണിച്ചു തരുന്നു. എല്ലാത്തിനെയും വെളിപ്പെടുത്തുന്നതാണ് ആത്മാ, അറിവ് സ്വരൂപം. വെളിപ്പെടുന്നത് ദൃശ്യം, അതാണ് അനാത്മ. വെളിപ്പെടുത്തുന്ന ആൾ ആത്മാ, വെളിപ്പെടുന്നത് അനാത്മ. സ്ഥൂല ഉടൽ, മനസ്സ് മുതലായവ. ആത്മാ ചേതനമാണ്. ചേതനമാണ് ആത്മാ, അറിയുന്ന ആളാണ്. അചേതനമാണ്, ജഡമാണ് അനാത്മ. അചേതനമാണ്, ജഡമാണ് അനാത്മ. ആത്മാ ഒന്നായിരിക്കുന്നു, ഒന്നേ ഉള്ളൂ. ആത്മാ ഒന്നേ ഉള്ളൂ. അതാണല്ലോ ഉപനിഷത്തിന്റെ മെയിൻ തത്വം. എല്ലാവരിലും എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ശക്തി, അതാണ് ആത്മ. അത് ഒന്നേ ഉള്ളൂ. പലതായി തോന്നിക്കുന്നു. അതേസമയം അനാത്മാവോ പലതാണ്. അനാത്മ പലതാണ്. അറിവ് സ്വരൂപത്തിനൊരിക്കലും മാറ്റമില്ല. അനാത്മാവായിട്ടുള്ളതെല്ലാം നമുക്ക് കാണാം, മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്താണോ മാറിക്കൊണ്ടിരിക്കുന്നത്, അതൊരു ലക്ഷണമാണ്. മാറിക്കൊണ്ടിരിക്കുന്നതെല്ലാം അനാത്മ. സ്ഥിരമായിട്ടുള്ളത് ഒന്ന് മാത്രം ആത്മ. കുറെ പഠിച്ചു, നമ്മൾ ധാരാളം പഠിച്ചത്. ഏതാണോ സ്ഥിരമായിട്ടുള്ളത് അത് ആത്മ. അസ്ഥിരമായതെല്ലാം, മാറ്റം വരുന്നതെല്ലാം, പരിവർത്തനം ചെയ്യപ്പെടുന്നതെല്ലാം അനാത്മ. അത് പല പ്രാവശ്യം പല രീതിയിലും പഠിച്ചിട്ടുണ്ട്. വികാരം എന്ന് പറയാൻ മാറ്റത്തിനാണ് വികാരം എന്ന് പറയുക. നിർവികാരമാണ് ഒന്ന്, സവികാരാണ് ഒന്ന്. നിർവികാര, സവികാര. ഇപ്പൊ നമ്മുടെ ശരീരത്തിനുണ്ടല്ലേ മാറ്റം. അനാത്മാവെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ? കുഞ്ഞായിരുന്നു, പിന്നെ ബാലനായി, പിന്നെ യുവാവായി, പിന്നെ മധ്യവയസ്കനായി, പിന്നെ വൃദ്ധനായി. ഇതെല്ലാം മാറ്റമല്ലേ?
ഇതെല്ലാം മാറ്റമാണ്. എല്ലാം മാറി 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 വന്നുകൊണ്ടിരിക്കുന്നു. ഈ മാറുന്ന സമയമെല്ലാം ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ തന്നെ പറയില്ലേ, ഞാൻ ബാലനായിരുന്നപ്പോൾ, ഞാൻ വൃദ്ധനായിരുന്നു, ഞാൻ മധ്യവയസ്കനായിരുന്നപ്പോൾ, നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ നമ്മളവിടെ ശരീരത്തിനെ മാറുന്ന ഒരു കാര്യമായിട്ട് തന്നെ കാണുന്നേ. ഞാൻ അവിടെ അന്നും ഇന്നും ഞാൻ തന്നെയാണ്. കാരണം ഈ മാറ്റം ആരാ അറിഞ്ഞുകൊണ്ടിരുന്നേ? ബാലനായിരുന്നു എന്നും മധ്യവയസ്കനായെന്നും വയസ്സനായെന്നും ഈ മാറ്റങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു അറിവ് സ്വരൂപമാണ് ഞാൻ. ഞാനിത് അറിയുന്നുണ്ടായിരുന്നു. അറിയുന്ന ഞാൻ മാറിയിട്ടില്ല, എന്റെ ശരീരമാണ് മാറിയത്. അറിയുന്ന ഞാൻ മാറിയിട്ടില്ല, കാരണം ഞാനല്ലേ പറയുന്നേ, ഞാൻ ബാലനായിരുന്നപ്പോൾ. അപ്പൊ നമ്മൾ എന്തിനാ അവിടെ ഉദ്ദേശിച്ചേ? എന്റെ ശരീരത്തെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ പറയും, നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ശരീരത്തിനെയും മനസ്സിനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പറയും, ഞാൻ വയസ്സനായിട്ടോ. അല്ല, നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ വയസ്സനായി, ഞാൻ ദുഃഖിതനാണ്. അപ്പൊ എന്താണ്? മനസ്സിനെ കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത്. ഞാൻ വയസ്സനായി, ശരീരത്തെ കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത്. എല്ലാ സമയത്തും ഞാനിന്റെ കൂടെ ഈ പറഞ്ഞ പ്ലസ്സുകളെല്ലാം ഉണ്ട്. ഞാൻ മാറിയിട്ടില്ല, എന്റെ ശരീരമാണ് മാറിയത്. കാരണം മാറാത്ത ഒന്നിനെ മാറ്റത്തെ അറിയാൻ പറ്റുള്ളൂ. മാറാത്ത ഒന്നിനു മാത്രമേ മാറ്റത്തെ അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും അല്ലേ? മാറാത്ത ഒരാൾക്കല്ലേ മാറ്റത്തിന് അറിയാൻ പറ്റുള്ളൂ. മാറാത്ത ആളാണ് സാക്ഷി അല്ലേ? നമ്മൾ സാധാരണ ലൗകികത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാക്ഷിയുണ്ട്. അയാൾ മാറത്തില്ല. അയാളൊരു കണ്ട കാര്യം അതുപോലെ തന്നെ പറയും, മാറാൻ പറ്റത്തില്ല. മാറിക്കഴിഞ്ഞാൽ അത് സാക്ഷി ഒഴിവാക്കും. സാക്ഷി എന്ന് പറയുമ്പോൾ സാധാരണ നിലയ്ക്ക് മാറ്റമില്ലാതിരിക്കുന്നതാണ് സാക്ഷി. ഒരാള് ഒരു അമ്പലത്തില് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, ഗോപുരത്തില്. അപ്പോ വേറൊരാൾ ചെന്ന് ചോദിച്ചു, ഒരു സുഹൃത്ത് എന്ന പേരുള്ള ഒരാൾ ഇതിലെ വന്നിട്ട് പോയോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അതിന് ഉദ്ദേശം എത്ര പേര് വന്നു പോയി കാണുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഒരു 10-20 പേര് ഇപ്പൊ ഒന്ന് തൊഴുതിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരാൾ വന്നിരുന്നു. അയാളോട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ വന്ന ശേഷം കണ്ടതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് രണ്ടുമല്ലാതെ ഒരാൾ അവിടെ വേറെ ഇരിപ്പുണ്ടായി. അയാൾ പറഞ്ഞു, കറക്റ്റായിട്ട് ഇത്ര പേര് ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ? അയാള് അവിടെ തന്നെ ഇരുന്നത് കൊണ്ട്. എണീറ്റ് പോയ ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് നോക്കാൻ പറ്റില്ല. അവിടെ തന്നെ ഇരുന്ന ആൾക്ക് അവിടെ ഉണ്ടായ എത്ര പേര് വന്നു പോകുന്നതെല്ലാം അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾക്കൊരു മാറ്റമില്ല. കാരണം അയാൾ സ്ഥിരമായിട്ട് അവിടെ ഇരുന്നത് കൊണ്ട്, അയാൾ ചലിക്കാത്തത് കൊണ്ട് അയാൾ ഇതെല്ലാം അറിയുന്നു. അപ്പൊ അയാൾ വന്നു പോകുന്നവരെ അയാൾ അറിയും. വരുന്നതും പോകുന്ന അയാൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അയാൾ അവിടെ ഇരിക്കുന്നു. അയാൾ ഈ വരുന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ വരികയും പോവുകയും ചെയ്താലോ? നടക്കത്തില്ല. അയാൾ അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അയാൾക്കത് അറിയാൻ പറ്റും. അപ്പൊ അതുപോലെ കാണാൻ പറ്റുന്ന നമ്മുടെ ശരീരം, ഈ സ്ഥൂല ശരീരം മാറ്റങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ നമ്മൾ ആ മാറ്റങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അവിടെ തന്നെ ഉണ്ട്. ശരീരം കാണാൻ പറ്റുന്നതാണ്. അതേസമയം മനസ്സ് കാണാൻ പറ്റാത്തതാണ്. അടുത്ത ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്നത് വാക്കുകളിൽ പറഞ്ഞു, ഞാൻ എന്ന വാക്കില് ചൈതന്യം പ്ലസ് സ്ഥൂല ശരീരം പ്ലസ് മനസ്സ് എന്ന്. നമുക്കത് മനസ്സിലാവുകയും ചെയ്തു. ഇപ്പൊ വിശദീകരണത്തിൽ കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി ഇവിടെ ഒരു ട്വിസ്റ്റ് വരികയാണ്. ഈ കാണാൻ പറ്റാത്തതാണ് മനസ്സ്. കാണാൻ പറ്റാത്തതിനൊരു പേരുണ്ട്, സൂക്ഷ്മമായിട്ടുള്ളത് എന്ന് പറയും. സൂക്ഷ്മമായതിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. സംസ്കൃതത്തിൽ അങ്ങനെ ഒരു വാക്കാണ്. സൂക്ഷ്മം കാണാത്തതിനാണ്.
അപ്പൊ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു. കാണാൻ പറ്റുന്നതിന് സ്ഥൂലം എന്ന് പറഞ്ഞു. അപ്പൊ ആ ശരീരം നമുക്ക് കാണാൻ പറ്റുന്നതായതുകൊണ്ട് അതിനെ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞു. കയ്യ കാല കണ്ണ മൂക്ക് എല്ലാത്തിനെയും സ്ഥൂല ശരീരം എന്ന് പറഞ്ഞു. കാണാൻ പറ്റാത്തതായ ഒരു തത്വം അതിനകത്തുണ്ടായിരുന്നു, മനസ്സ്. കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഉണ്ടെന്നറിയാം, ഉറപ്പാ. ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാ. അപ്പൊ എന്താണ്? അതിന്റെ പേരാണ് സൂക്ഷ്മ ശരീരം. അത് മാത്രമല്ല, അതിന്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. തൽക്കാലം നമ്മൾ മനസ്സ് മാത്രം എടുത്തിട്ടാണ് സ്റ്റാർട്ടിങ്. മനസ്സ് എന്താണ്? സൂക്ഷ്മമായതാണ്, കാണാൻ പറ്റാത്തതാണ്. അതിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. അപ്പൊ എന്തായി? മിനിമം ഇപ്പൊ എന്തൊക്കെ ഉണ്ടായി ഞാൻ എന്നതില്? അറിവ് സ്വരൂപമായ ആത്മാ, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. ഇത് മൂന്നും കൂടിയ ഞാൻ ആണ് നമ്മൾ പ്രയോഗിക്കുന്ന ഞാൻ. നമ്മൾ പറയുന്ന ഞാൻ ആത്മാ, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. ശാസ്ത്രം ഒരു ശരീരത്തെ കൂടെ പറയുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ശാസ്ത്രം ഒരു ശരീരം കൂടെ കൊണ്ടുവരും. ഏതൊരു സാധനം പെട്ടെന്നൊരു സാധനം ഉണ്ടാവില്ല, ചുമ്മാ ഒരു സാധനം അങ്ങനെ ഉണ്ടാകത്തില്ല. എല്ലാത്തിനും ഒരു കാരണം വേണം, അല്ലാതെ കണ്ട് ഒന്നും ഉണ്ടാകില്ല. ഒരു വിത്ത് വേണം, അതിൽ നിന്നേ എല്ലാം ഉണ്ടാവുകയുള്ളൂ. തനിയെ ഒന്നും ഉണ്ടാകത്തില്ല. ഒന്നിലെ ഒരു വിത്ത്, ഒരു കാരണമോടെ ഉണ്ടായിരിക്കണം. വിത്ത് നട്ട് മരം വളർന്നു വരും. കാരണമില്ലാതെ ഒന്നും ഉണ്ടാകത്തില്ല. കാരണമില്ലാതെ കാര്യം ഉണ്ടാകത്തില്ല. ഒക്കെ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കാരണമില്ലാതെ കാര്യം ഉണ്ടാവുകയില്ല. കാരണമില്ലാതെ കാര്യം ഉണ്ടാവുകയില്ല. നമ്മുടെ ശരീരവും ഉണ്ടായതാണ്, മനസ്സും ഉണ്ടായതാണ്. അപ്പൊ ഈ ശരീരവും മനസ്സും ഉണ്ടാകാൻ കാരണമായ ഒന്ന് ഉണ്ടായിരിക്കണം, അല്ലാതെ ഇത് ഉണ്ടാവത്തില്ലല്ലോ. ഇത് രണ്ടും ഉണ്ടാകാൻ കാരണമായ എന്തോ ഒന്ന് ഉണ്ടായിരിക്കണം, അല്ലാതെ ഇത് ഉണ്ടാകത്തില്ല. ആ എന്തോ ഒന്നിനെയാണ് കാരണശരീരം എന്ന് പറയുന്നത്. അതാണ് ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണ്ടാകാൻ കാരണമായത്. അതുകൊണ്ട് അതിനെ കാരണശരീരം എന്ന് ശാസ്ത്രം പറയുന്നു. അതാണ് വിത്ത്. കാരണശരീരം, അതാണ് വിത്ത്. അപ്പൊ ഏതൊരു സൃഷ്ടിയുടെയും കാരണം ഈ കാരണശരീരം തന്നെയാണ്. കാരണമായ നിലയിൽ ഇരുന്നു കൊണ്ട് ആണ് അത് സൂക്ഷ്മത്തിലേക്ക് വരുന്നത്. കാരണമായ നിലയിൽ നിന്ന് അടുത്ത സ്റ്റേജില് പരിവർത്തനമായിട്ടാണ് സൂക്ഷ്മത്തിലേക്ക് വരുന്നത്. പിന്നീട് അവിടെ നിന്നൊരു ഒരു പരിണാമം നടന്നുകൊണ്ട് സ്ഥൂലത്തിലേക്ക് വരും. അടുത്ത സ്റ്റേജില് സ്ഥൂലത്തിലേക്ക് വരും. കാരണം എന്ന ഒരു വിത്ത് സ്റ്റേജ്, ആദ്യത്തെ മാറ്റം സൂക്ഷ്മത്തിലേക്ക്, പിന്നത്തെ മാറ്റം സ്ഥൂലത്തിലേക്ക്. ഇപ്പോ ഒരു ചിത്രം വരയ്ക്കണം എന്ന് വിചാരിക്കുക. ഒരു ചിത്രം വരയ്ക്കണം എങ്കിൽ ആദ്യം എന്ത് വേണം? മനസ്സിൽ ഒരു വിത്ത് ഉണ്ടായിരിക്കണം, ആ ചിത്രത്തെ കുറിച്ചുള്ള. ആ ഒരു ആരാണോ വരയ്ക്കുന്ന അയാളുടെ ഉള്ളില് ഒരു വിത്തുണ്ട്. പിന്നെ ക്യാൻവാസിൽ അയാള് അതിന്റെ ആദ്യം ഒരു രേഖാചിത്രം പോലെ വരയ്ക്കും. പിന്നെ അത് നല്ല പക്കാ ചിത്രമായിട്ട് വരും. അപ്പോ ആ സ്റ്റേജാണ്. ആ ഉള്ളിലുണ്ടായിരുന്ന ആ വാസന, ആ പിക്ചറെ കുറിച്ചുള്ള ഉള്ളിലുണ്ടായിരുന്ന ഒരു ബോധം, അത് കുറച്ചുകൂടെ വലുതായി, സൂക്ഷ്മമായി, കുറച്ചുകൂടെ വലുതായപ്പോ സ്ഥൂലമായി. മനസ്സിലൊരു സൂക്ഷ്മ രൂപം ഉണ്ടായിരുന്ന അയാളുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് അയാൾക്ക് പിക്ചർ ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ പറ്റത്തില്ല. ഏത് കാര്യത്തിനും അങ്ങനെ തന്നെ, ഏത് കാര്യം എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ സൃഷ്ടിയില് ലോകത്തിൽ കാണുന്ന, നമ്മളിപ്പോൾ ലോകത്തിൽ കാണുന്ന എല്ലാത്തിൻ്റെയും ഒരു സൂക്ഷ്മവും അതിൻ്റെ പുറകില് ഒരു കാരണവും ഉണ്ടായിരിക്കും. ശാസ്ത്രം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്,
നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാത്തിനും ഒരു സൂക്ഷ്മ രൂപമുണ്ട്. ആ സൂക്ഷ്മ രൂപങ്ങൾക്കെല്ലാം പുറകിൽ അതിന് കാരണമായ ഒരു കാരണ ശരീരവും ഉണ്ട്, കാരണവും ഉണ്ട്, ഒരു വിത്ത് ഉണ്ട്. അപ്പോ 3 സ്റ്റെപ്പ്: കാരണം, സൂക്ഷ്മം, സ്ഥൂലം. അപ്പോ ഓരോ ജീവരാശിക്കും ഈ സംഭവങ്ങളുണ്ട്. ലോകത്തിൽ കാണുന്ന എല്ലാത്തിനും ഇതുണ്ടെങ്കിൽ ഒരു ജീവനും ഇതുണ്ട്. എന്തൊക്കെയുണ്ട്? കാരണ ശരീരം, അതാണ് ശാസ്ത്രം ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം. സ്ഥൂലം നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും, വളരെ ക്ലിയർ ആണല്ലോ. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സ്ഥൂല ശരീരം. ഇപ്പൊ എല്ലാവർക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ട്. സൂക്ഷ്മത്തിന്റെ ഒരു സ്റ്റെപ്പ് നമുക്ക് പോകുമ്പോൾ നമ്മൾ ഈ മനസ്സിനെ തന്നെ ഒരു ഉടൽ പോലെ വിചാരിച്ച് പറയും. മനസ്സിനെ തന്നെ ഒരു ഉടൽ പോലെ വിചാരിച്ച് നമ്മൾ പറയും. എങ്ങനെ? ഞാൻ ഇന്ന സ്വഭാവമുള്ള ആളാണ്, ഞാനൊരു കോപക്കാരനാണ്. അങ്ങനെ ഒരു സ്ഥൂലം ഉണ്ടോ? കോപക്കാരനായ ഒരു സ്ഥൂലം ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഓരോന്ന് നമ്മൾ നോക്കി നമ്മൾ പറയുന്ന കുറെ ഭാഷകൾ നമ്മൾ നോക്കുക. നമ്മളിങ്ങനെ പലരും പറയാറുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ മനസ്സിനെ ഒരു സ്ഥൂല രൂപത്തിലേക്ക് കൊണ്ടുവന്ന് പറയാറുണ്ട്. ആ മനസ്സിനെ ശരീരമാക്കിയിട്ട് സംസാരിക്കുക. അറിഞ്ഞുകൊണ്ടല്ല, നമ്മൾ അങ്ങനെ സാധാരണ അങ്ങനെയാണ്. അത് ഒരു എന്താ പറയാ, അങ്ങനെ ശീലിച്ചു വന്നിരിക്കുകയാണ്. ഈ രണ്ടും നമുക്ക് വേഗം മനസ്സിലാക്കാം. എങ്ങനെയാണ്? സ്ഥൂല ശരീരത്തിന് അനുഭവമുണ്ട്, മനസ്സിനും അനുഭവമുണ്ട്. അതിനാൽ ഈ രണ്ട് ശരീരത്തിന്റെയും എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് നമുക്കറിയാം. മനസ്സുണ്ടോ? ഉണ്ടല്ലോ, നമുക്കറിയാൻ പറ്റുന്നുണ്ടല്ലോ. വേദന അറിയുന്നുണ്ട്, വിഷമം അറിയുന്നുണ്ട്, സുഖം അറിയുന്നുണ്ട്. അപ്പൊ മനസ്സുണ്ട്, നമുക്കറിയാം. ശരീരമുണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്, നമ്മൾ കാണുന്നുണ്ട്. ദൃക്ക് ആയിട്ടിരുന്ന നമ്മൾ ദൃശ്യമായിട്ടുള്ള ഇതിനെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഈ രണ്ട് ശരീരവും നമുക്ക് അനുഭവത്തിൽ കൂടെ പറ്റുന്നുണ്ട്. മനസ്സിനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും അനുഭവത്തിൽ കൂടി മനസ്സുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എക്സിസ്റ്റൻസ് അറിയാം, നിലനിൽപ്പ് അറിയാം. എന്നാൽ കാരണ ശരീരം എന്ന ഒന്നിനെ ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്ന് തോന്നാം. കാരണശരീരം എന്ന ഒന്നിനെ ഞാൻ അനുഭവിക്കുന്നുമില്ല, എനിക്കൊട്ട് കാണാനും പറ്റുന്നില്ല. മനസ്സിനെ ഞാൻ അനുഭവിക്കുന്നുണ്ട്, സ്ഥൂല ശരീരത്തിന് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ കാരണ ശരീരത്തെ എങ്ങനെ ഇതൊന്നും മനസ്സിലാക്കുക? അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ കാരണശരീരം എന്നുള്ള പേരും വന്നത്. അതിന് കാരണശരീരം എന്നുള്ള പേര് കൊടുത്തത് അത് കാരണമാണ്, കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോ അതിനെ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ യജ്ഞം മുന്നോട്ട് പോകണമെങ്കിൽ കാരണശരീരത്തെ വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആചാര്യസ്വാമി പിന്നീട് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ അത് ഭംഗിയായിട്ട് ആചാര്യസ്വാമി പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ആചാര്യൻ എന്താ പറയണേന്ന് നമുക്ക് നോക്കാം. കാരണശരീരത്തെ കുറിച്ചല്ല ഇനിയിപ്പോ പറയാൻ പോകുന്നേ, കുറച്ചുകൂടെ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടേ കാരണശരീരത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. കാരണം ആദ്യം സ്ഥൂലവും സൂക്ഷ്മവും ഒക്കെ നന്നായിട്ട് മനസ്സിലായിട്ട് വേണ്ടേ കാരണത്തിലേക്ക് പോകാൻ. അപ്പൊ ആചാര്യസ്വാമി അതുകൊണ്ട് ആദ്യം സ്ഥൂലവും സൂക്ഷ്മവും ഒക്കെ ഒന്നുകൂടെ വിശദീകരിക്കാൻ പോവാണ്. ആചാര്യ പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. അനാത്മാ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു, ഓരോ ജീവനും ആത്മാ അനാത്മാവിന്റെ ചേർച്ച. അനാത്മാ എന്ന് പറഞ്ഞത് 3 ശരീരം തന്നെ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം തന്നെ എന്ന് പറഞ്ഞു. അറിവ് സ്വരൂപമാണ് ആത്മാ എന്ന് പറഞ്ഞു തന്നു. അതായത് ബുദ്ധിയിലെ അറിവല്ല. ബുദ്ധിയിൽ ഇപ്പൊ നമ്മൾ ഒരു ബുദ്ധി പ്രയോഗിച്ച് അറിയുന്ന ഒരു അറിവുകളുണ്ടല്ലോ ചില കാര്യങ്ങളെ കുറിച്ച്, അതല്ല, ജസ്റ്റ് അറിയാം എന്നുള്ളത്. ഉണർവ്, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു അറിവ്.
ബുദ്ധിപരമായിട്ടുള്ളൊരു അറിവല്ല, അത് വരെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു അറിവ്, അത് അറിവ് സ്വരൂപം. അപ്പൊ ഈ അറിവ് സ്വരൂപത്തെയും 3 ശരീരങ്ങളെയും ചേർത്ത് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ മനസ്സ് എന്നുള്ളതിനെ കുറച്ചുകൂടെ ബ്രോഡാക്കി ഇവിടെ എന്താക്കി, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നുള്ള രീതിയിൽ അതും കൂടെ ഇവിടെ കൊണ്ടുവന്നു. നേരത്തെ പറഞ്ഞത് സ്ഥൂലം പ്ലസ് മനസ്സ് എന്ന് പറഞ്ഞു, മനസ്സ് സൂക്ഷ്മമാണ്, സൂക്ഷ്മ ശരീരമാണ്. ഇപ്പോ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. എന്താണ്? അറിവ് സ്വരൂപം പ്ലസ് സ്ഥൂല ശരീരം പ്ലസ് സൂക്ഷ്മ ശരീരം പ്ലസ് കാരണ ശരീരം. ഇത്രയുമാണ് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് ആത്മഭാഗവുമുണ്ട്, അനാത്മഭാഗവുമുണ്ട്. രണ്ട് തത്വവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ ഞാൻ എന്ന് പറയുമ്പോൾ ഈ 2 തത്വങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല പറയുന്നത്, എല്ലാം ഒന്നാണെന്നുള്ള നിലയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അനാത്മ ജീവന്മാരുടെ 3 ശരീരം മാത്രമല്ല. ഏതെല്ലാം അറിയപ്പെടുന്നുവോ, ഏതെല്ലാം ജഡമായിരിക്കുന്നുവോ അതെല്ലാം അനാത്മ. അറിയപ്പെടുന്നതെല്ലാം അനാത്മ. ലോകം മുഴുവനും അതെല്ലാം നമുക്ക് അറിയുന്നത് കൊണ്ടാണ്, അതുകൊണ്ടാണ് അനാത്മ. അറിയുന്നവൻ അവനാണ് ആത്മ. അതൊന്നു മാത്രം, അറിയുന്നവൻ ഒന്നു മാത്രം, അവനാണ് ആത്മ. ഏതെല്ലാം കാണാൻ കഴിയുന്നു, ഏതിനെല്ലാം അറിയാൻ കഴിയുന്നുവോ, ഈ 2നും യോഗ്യമായിരിക്കുന്ന, കാണാനും കേൾക്കാനും അറിയാനും എല്ലാം യോഗ്യമായിരിക്കുന്നതെല്ലാം അനാത്മ. ഇവിടെ ആചാര്യസ്വാമികള് ലോകത്തിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. എന്താ കാരണം? ഇവിടെ അവനവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മളെ കുറിച്ച് തന്നെ പഠിപ്പിച്ചു തരിക. അപ്പൊ ലോകത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ആ സൃഷ്ടിയും കാര്യങ്ങളും, അത് സൃഷ്ടി അങ്ങനെയൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോ അവനവനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ആചാര്യസ്വാമികൾ ലോകത്തെ തൽക്കാലം പറയുന്നില്ല. തൽക്കാലം ഈ 3 ശരീരങ്ങളെ മാത്രം പറയുകയാണ്. നമ്മുടെ കൈവശമുള്ള 3 അനാത്മാക്കൾ, അവിടെ നന്നായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ കൈവശമുള്ള 3 അനാത്മാക്കൾ. അപ്പൊ തന്നെ ക്ലിയർ ആയല്ലോ, നമ്മൾ വേറെ അനാത്മാ വേറെ എന്ന്. നമ്മുടെ കൈവശമുള്ള 3 അനാത്മാക്കളെ അറിയിച്ചു തരുന്നു. അതിനാലാണ് വേദാന്തം അവനവനെ കുറിച്ചുള്ള പഠിപ്പാണ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു എന്നർത്ഥം. നേരത്തെ കണ്ണാടിയുടെ മുമ്പിൽ വന്നല്ലോ, അപ്പൊ എന്താ കണ്ടേ? സ്ഥൂല ശരീരത്തെ കണ്ടു. ഇനി ഈ കണ്ണാടിയുടെ അകത്തൂടെ പോകുമ്പോ എന്തുണ്ടാവും? ശരിയായിട്ടുള്ള അവനവനെ കാണാൻ പറ്റും. ഇതുവരെ അറിയാത്ത ഒന്നിനെ ശാസ്ത്രം പറഞ്ഞു തരുന്നു. നമുക്കറിയാത്തത് എന്താണ്? നമ്മളെ കുറിച്ചാണ് അറിയാത്തത്. നമുക്ക് നമ്മെ കുറിച്ച് അറിയില്ല. കാരണം നമ്മളിപ്പോ ഞാൻ എന്ന് പറയുമ്പോ 1+3 ആയിട്ടാ പോകുന്നത്. ഏതാണ്? ആത്മാ പ്ലസ് സ്ഥൂലം പ്ലസ് സൂക്ഷ്മം പ്ലസ് കാരണം. അപ്പൊ വേദാന്തം പറഞ്ഞു തരുന്നത് അവനവനെ കുറിച്ച്. അപ്പോ നമ്മളെ കുറിച്ച് പറയുമ്പോ കാരണത്തിൽ നിന്ന് ആരംഭിക്കാം എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണ ശരീരത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം അത്രയും സൂക്ഷ്മമാണ്. അപ്പൊ അതുകൊണ്ട് സ്ഥൂലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ആചാര്യസ്വാമികള് സ്ഥൂല ശരീരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, ഞാൻ ആര് എന്ന് പറഞ്ഞു തരാനായിട്ട്. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ച പഞ്ചീകൃതേഭ്യോ ഭൂതേഭ്യ സ്ഥൂലേഭ്യ പൂർവകർമ്മണ എന്നുള്ള ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് സ്ഥൂലത്തിൽ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങളാണ്. ഈ ഉടൽ അനാത്മാവിന്റെ ഒരു ഭാഗം, സ്ഥൂലം സൂക്ഷ്മം കാരണം ചേർന്നത് അനാത്മ. ഈ 3നെയും അറിയുന്നവൻ, അനുഭവിക്കുന്നവൻ ആത്മാ. ഈ 3 ശരീരങ്ങളും ആത്മാവും ചേർന്നതാണ് ഇപ്പോൾ ഞാൻ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇത് തെറ്റായ ഞാനാണ്. സ്ഥൂലം, സൂക്ഷ്മം പ്ലസ് കാരണം ഞാൻ, ഇതെല്ലാം കൂടിയിട്ട് ഞാൻ എന്ന് പറയുമ്പോൾ ഇത് തെറ്റായ ഞാനാണ്. ശരിയായതിനെ ശാസ്ത്രം ഇനി പറഞ്ഞു തരാൻ പോകുന്നു. അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഇന്ന് സമയമായി. അപ്പോ വളരെ വിശദമായിട്ട് ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നു. വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ 1+3 ആണെന്നും അതിലെ 1 മാത്രമാണ് ശരിയായിട്ടുള്ള ഞാൻ, +3യെ നമുക്ക് അനാത്മാവായിട്ട് കണ്ട് മാറ്റി നിർത്തി നമ്മുടെ ആത്മീയ അന്വേഷണം, ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം. 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 സായിറാം.